ഇപ്പം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ മൂവി ഡീറ്റെയിൽസിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജ് ഡിസ്പ്ലേ ആവുന്നുണ്ട്. അതായത് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, കാരണം ഇവിടെ ഇപ്പം ആക്ച്വലി ഞാൻ ഒരു സിമ്പിൾ വേ ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ movie-details.jsx എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. movie.jxs എന്ന് പറയുന്ന പേജിൽ നിന്നും ആ പേജിലേക്ക് ഒരു URL ക്രിയേറ്റ് ചെയ്തു. അതായത് ആദ്യം നമ്മൾ index.jxൽ പോയിട്ട് movie/id എന്ന് പറഞ്ഞിട്ട് movie/id എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ movie/id എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ .id എന്ന് പറയുന്നത് നമുക്ക് .movie ID എന്ന് കൊടുക്കാം, എന്ത് വേരിയബിൾ നെയിം വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതായത് ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്ന മൂവി ഐഡിക്ക് നമ്മൾ പാസ് ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. movie/id എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ movie.jsxൽ പോയിട്ട് ഒരു URL ക്രിയേറ്റ് ചെയ്യുന്നു, /movie/$of_id. ഈ id എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ പേരന്റ് കമ്പോണന്റിൽ നിന്നും പ്രോബ് ആയിട്ട് നമുക്ക് ഇവിടെ എത്തുന്ന ഒരു സംഭവമാണ്. ആ പ്രോബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ പ്രോബ്, ഈ ID, മൂവി റേറ്റിംഗ്, IMDb URL എന്ന് പറയുന്നത് ഇവിടുന്ന് തന്നെ പ്രോബായിട്ട് ഈ മൂവി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന പേജിലോട്ട് കൊടുത്ത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഇത് ഇങ്ങനെ ചെയ്യാൻ കാരണം 90% കേസസിലും നമുക്കൊരു ID മാത്രമായിരിക്കും ഫസ്റ്റ് ഡിസ്പ്ലേയിൽ ഉണ്ടാവുക, എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആവില്ല. ആ ID വെച്ചിട്ട് വേണം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഫെച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ID നമുക്ക് ഡൈനാമിക് ആയിട്ട് വേണം പാസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം index.jxൽ പോയിട്ട് movies:ID എന്ന് എഴുതും. അതിനുശേഷം നമ്മളിവിടെ URL ഫോം ചെയ്യാണ്, /movie/$id. അതിനുശേഷം ഇവിടെ ലിങ്ക് ടു URL, അതായത് ലിങ്ക് റിയാക്ട് റൗട്ടർ ഡോമിൽ നിന്ന് വരുന്ന ലിങ്കാണ്. ലിങ്ക് ടു URL മൂവി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം movie-details.jsxൽ പോയിട്ട് നമ്മളിവിടെ മൂവി ഡീറ്റെയിൽസ് ലോഡർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒരു അസിൻക്രണസ് ലോഡർ ആണ്. ഈ അസിൻക് ലോഡറിനകത്ത് പാരൻസും റിക്വസ്റ്റും എടുക്കുന്നുണ്ട്. എന്താണ് പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോഡർ രണ്ട് പാരാമീറ്ററിനെ അക്സെപ്റ്റ് ചെയ്യും. ഒന്ന് പാരൻസ് എന്ന് പറയുന്നത് നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. നമ്മളൊരു URLനകത്ത് എന്തെങ്കിലും പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്നത് പാരൻസ് എന്നാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ URL ഡമ്മി ഓൺലൈൻ URL /param.id ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആ മൂവിയുടെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യാൻ വേണ്ടി. റിക്വസ്റ്റ് എന്ന് പറയുന്നത് കൺസോൾ ലോഗ് ചെയ്ത് കൊടുത്തിട്ടുള്ള, ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൺസോൾ ലോഗ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇനി മൂവി ഡീറ്റെയിൽസിനകത്ത് മൂവി ഡേറ്റ = ന്യൂസ് ലോഡർ ഡേറ്റ എന്ന് പറഞ്ഞ് നമ്മൾ മൂവി ഡേറ്റ എടുക്കുന്നു. മൂവി ഡേറ്റയ്ക്കകത്തുനിന്ന് ഡേറ്റ = ക്ലാസ് നെയിം കാർഡ് എന്ന് പറഞ്ഞ് കൊടുത്ത് ഇതിനകത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം മൂവി ഡേറ്റ നിന്ന് തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പോപ്പുലേറ്റ് ചെയ്യുന്നു. ഇവിടെ എക്സ്ട്രാ ഒരു IMDb URL കൂടെ വരുന്നുണ്ട്. ഇനി ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റും. ഈ റേറ്റിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് കളയാൻ പറ്റും. എന്നിട്ട് ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്കിവിടെ മൂവി എന്ന് പറയുന്ന മൂവിയുടെ നെയിമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൂവി ഡീറ്റെയിൽസിലോട്ട് പോകുന്ന രീതിയിൽ ആക്കാൻ പറ്റും. റേറ്റിംഗ് നമുക്ക് ആവശ്യമില്ല, സോ വി ക്യാൻ റിമൂവ് റേറ്റിംഗ്. ഗോഡ്ഫാദറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.